ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. നമ്മൾ RRB NTPC 45 ഡേയ്സ് റിവിഷൻ സീരീസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്നിവിടെ നോക്കുന്നത് ഫിസിക്സിൽ 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ ബാലൻസ് ഉള്ള 25 ക്വസ്റ്റ്യൻസ് ആണ്. ഓൾറെഡി നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് നിങ്ങളുടെ കമൻസ് വഴി ഞാൻ അറിഞ്ഞു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് ബാക്കിയുള്ള 25 ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പം നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കാണുക. കണ്ടിട്ട് കാണുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, നിങ്ങൾക്കത് എക്സാമിന് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഇനി NTPC 45 ഡേയ്സ് റിവിഷൻ സീരീസ് ഇതുവരെ തുടങ്ങാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഇതിന്റെ പ്ലേലിസ്റ്റ് ഐക്കാർട്ടിൽ കൊടുക്കാം. ഇതുവരെയും നമ്മൾ ചെയ്ത ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ ക്ലാസ്സുകളും ഓരോ പ്ലേലിസ്റ്റിന്റെ അണ്ടറിൽ ഉണ്ടാകും. അതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നാവുന്നതും ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. First question, which law states that for every action there is an equal and opposite reaction? ഒരു ലോ അറിഞ്ഞില്ലെങ്കിലും, ന്യൂട്ടന്റെ 3 ലോയിലെ ആദ്യത്തേതും രണ്ടാമത്തേതും അറിഞ്ഞില്ലെങ്കിലും എല്ലാവർക്കും അറിയുന്ന ലോ ആണ് തേർഡ് ലോ, അല്ലെ? For every action there is an equal and opposite reaction. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു അടി കൊടുത്താൽ തിരിച്ചൊരു അടി കിട്ടും. ഓക്കെ, നമ്മൾ എപ്പോഴും, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കും കണക്ട് ചെയ്യാൻ പെട്ടെന്ന് നമ്മൾ പറയുന്ന കാര്യമാണ്, നമ്മൾ ഒരു അടി ആർക്കെങ്കിലും കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, തിരിച്ച് അതേപോലെ തന്നെ തിരിച്ചൊരു അടി നമുക്ക് കിട്ടും. അതെന്താണ്, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഓക്കെ, ഇനി പ്രോപ്പർ ആയിട്ട് പറഞ്ഞാൽ ഇതൊന്നും അല്ല കേട്ടോ. ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോ ഒരു വള്ളത്തിലേക്ക് കയറുകയാണ്, ഒരു ബോട്ടിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തേക്ക് ഒരു കാല് വെക്കുന്ന ടൈമിൽ നമ്മൾ ഇവിടുന്ന് കാലെടുക്കുമ്പോൾ അതൊന്ന് ഫ്രണ്ടിലേക്ക് പോകും, തിരിച്ചു വരും. ഇതൊക്കെയാണ് പ്രോപ്പർ ആയിട്ടുള്ള എക്സാമ്പിൾസ്. ഓക്കെ, അടുത്തത് പ്രഷറിന്റെ SI യൂണിറ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. പാസ്കൽ ആണ് പ്രഷറിന്റെ SI യൂണിറ്റ്. ഓക്കെ, ഒരു പാസ്കൽ 1 പാസ്കൽ എന്ന് പറഞ്ഞാല് 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ അല്ലേ? പ്രഷറിന്റെ SI യൂണിറ്റ് പാസ്കൽ ആണ്. 1 പാസ്കൽ എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇനി the force that opposes the relative motion between two surfaces in contact, അതായത് ഒരുമിച്ച് ചേർന്നിരിക്കുന്ന രണ്ട് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ രണ്ട് സർഫസ്, അവർ തമ്മിലുള്ള റിലേറ്റീവ് മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സിനെ നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത്, ഈ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് നടക്കാൻ പറ്റുന്നത്. കാരണം എന്താ അറിയോ, നമ്മുടെ കാല് അല്ലെങ്കിൽ നമ്മുടെ ചെരുപ്പ്, ഇവരും നമ്മുടെ ചെരുപ്പിന്റെ ആ ഒരു സർഫസും നമ്മുടെ നിലത്തിന്റെ സർഫസും, ഈ രണ്ട് സർഫസ് തമ്മിലുള്ള പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിനെ ഒപ്പോസ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് സംഭവിക്കാത്തത്, തെന്നി വീഴുക അല്ലെങ്കിൽ സ്ലിപ്പായി പോവുക എന്നൊരു പ്രോസസ്സ് നടക്കാണ്ട് നമുക്ക് നടക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക, നമുക്ക് ആ ഗ്രിപ്പ് ഉണ്ടാവില്ല, നമുക്ക് നടക്കാനോ അല്ലെങ്കിൽ ഏതൊരു കാര്യവും ഫ്രിക്ഷൻ ഇല്ലാത്ത സ്ഥലത്താണ് എന്ത് സംഭവിക്കുന്നത്, സ്ലിപ്പിംഗ് സംഭവിക്കുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കണം. അടുത്തത്, what is the source of energy in the sun? സണ്ണില്, സൂര്യനിലെ എനർജി ഉണ്ട് അല്ലെ, സൂര്യന് എനർജി ഉണ്ട്. അത് കിട്ടുന്നത് എവിടെ നിന്നാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ് ആ ഒരു എനർജി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം അതെന്താ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈഡ്രജൻ ആറ്റംസ് എന്തായിട്ട് മാറുകയാണ്, ഹീലിയം ആയിട്ട് മാറും. അതിനുശേഷം, അതായത് ഫ്യൂസ് ആവുകയാണ് ചെയ്യുന്നത്. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ്, ചെറിയ ചെറിയ ന്യൂക്ലിയൈ എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു വലിയ ന്യൂക്ലിയസ് ആയിട്ട് ഫ്യൂസ് ആവുകയാണ് ചെയ്യുന്നത്. ഹൈഡ്രജന്റെ ന്യൂക്ലിയൈ എല്ലാം കൂടെ ചേർന്ന് ഹീലിയം ന്യൂക്ലിയൈ ആയി മാറുകയാണ് വലുതായിട്ട്. അങ്ങനെ അവിടെ ഫ്യൂസിങ് നടക്കുമ്പോൾ അവിടെ എന്ത് കൂടെ സംഭവിക്കുന്നുണ്ട്, വലിയ രീതിയിൽ ഒരു എനർജി റിലീസും കൂടെ സംഭവിക്കുന്നുണ്ട്. ആ എനർജിയാണ് എന്തെന്ന് പറയുന്നത്, സണ്ണിന്റെ എനർജി ആയിട്ട് നമ്മൾ പറയുന്നത്. സോ സണ്ണിന്റെ എനർജിയുടെ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ഓക്കെ അല്ലേ? The device used to measure electric current. ഇലക്ട്രിക് കറന്റ് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അമ്മീറ്റർ ആണ്. ഓക്കെ, അമ്മീറ്റർ ആണ് ഇലക്ട്രിക് കറന്റ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അത് മെഷർ ചെയ്യുന്നത് എന്തിലാണ്, ആംപിയർ, എയിലാണ് നമ്മളത് മെഷർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ?
Which color of light has the longest wavelength? ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് ആർക്കാണ്? റെഡിനാണ്. അതുകൊണ്ട് തന്നെ റെഡ് ഡീവിയേറ്റ് ചെയ്യണത് വളരെ കുറവായിരിക്കും. ഇനി ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉള്ളത് ആർക്കാണ്? വയലറ്റിനാണ്. ഓക്കെ, ഇത് ഇത്തവണത്തെ RRB എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ടെക്നീഷ്യൻ എക്സാമിന് ഏറ്റവും ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഉള്ളത് ആർക്കാണെന്ന്? വയലറ്റിനാണ്. അപ്പൊ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഉള്ള കളർ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യണത്. ഓക്കെ, അപ്പൊ വയലറ്റ് ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, the working principle of an electric motor. ഒരു ഇലക്ട്രിക് മോട്ടർ വർക്ക് ചെയ്യണത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരമാണ്. ഓക്കെ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരമാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? ഇലക്ട്രിക് മോട്ടോർ വർക്ക് ചെയ്യുന്നത്. ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ എന്താണ് അറിയോ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിന്റെ പ്രിൻസിപ്പിൾ എന്താണ് എന്നുള്ള കാര്യമാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ അല്ലേ? What type of mirror is used in vehicle side mirrors? വാഹനങ്ങളുടെ സൈഡ് മിറർ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ? ഏതൊരു വണ്ടിയിലും സൈഡ് മിറേഴ്സ് കാണാറുണ്ട്. അത് നമ്മൾ കോൺവെക്സ് മിറർ ആണ് യൂസ് ചെയ്യണത്. ഓക്കെ, എന്തുകൊണ്ടാണ് കോൺവെക്സ് മിറർ യൂസ് ചെയ്യുന്നത്? കോൺവെക്സ് മിറർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന വ്യൂ എന്തായിരിക്കും എന്നറിയോ? വൈഡർ ആയിരിക്കും. നമുക്ക് ആ ചെറിയ മിററിൽ കൂടെ കുറച്ചധികം സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് ഏത് ഭാഗത്ത് നിന്ന് വണ്ടികൾ വരുന്നുണ്ടോ, എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം കുറച്ചുകൂടെ വൈഡ് ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സൈഡ് മിറേഴ്സിൽ കോൺവെക്സ് മിറർ യൂസ് ചെയ്യുന്നത്. The phenomenon responsible for the blue color of the sky. ആകാശത്തിന് നീല നിറമാവാനുള്ള കാരണം എന്താണ്? സ്കാറ്ററിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് ഒക്കെ എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിൾസിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് സ്കാറ്റർ ആയി പോകും. ഓക്കെ, അപ്പൊ വയലറ്റ്, ബ്ലൂ ഇതൊക്കെ എന്താണ്? പെട്ടെന്ന് സ്കാറ്റർ ആയി പോകും. അങ്ങനെയുള്ള സ്കാറ്ററിംഗ് കാരണമാണ് ആകാശത്തിന് എന്ത് വരുന്നത്? ബ്ലൂ കളർ വരുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ അല്ലെ? അടുത്തത്, what is the unit of work in the SI system? SI സിസ്റ്റത്തില് വർക്കിന്റെ യൂണിറ്റ് ജൂൾ ആണ്. ഓക്കെ, ജൂൾ ആണ് SI സിസ്റ്റത്തില് വർക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ് വർക്ക്. SI യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. The resistance of a wire depends on. ഒരു വയറിന്റെ റെസിസ്റ്റൻസ് അതിന്റെ ലെങ്തിനെ, ക്രോസ് സെക്ഷണൽ ഏരിയ, മെറ്റീരിയൽ എല്ലാറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഒരു വയറിന്റെ റെസിസ്റ്റൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അതിന്റെ ലെങ്ത്, ക്രോസ് സെക്ഷണൽ ഏരിയ, മെറ്റീരിയൽ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോ L/A. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? L എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, A ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്, റോ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റിവിറ്റി ആണ്. ഓക്കെ അല്ലേ? അടുത്തത്, the sound that has frequency higher than 20,000 hertz is called ultrasound. നമുക്കൊരു ഹ്യൂമൻ ഹിയറിംഗ് റേഞ്ച് ഉണ്ട് അല്ലെ? അതായത് ഹ്യൂമൻ ഹിയറിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 20 കിലോ ഹെർട്സ് ആണ്. ഓക്കെ, ഇനി 20,000 ഹെർട്സിനേക്കാൾ കൂടുതൽ സൗണ്ട് ഉണ്ടെങ്കിൽ, ഫ്രീക്വൻസി കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് എന്താണ് നമ്മൾ പറയുക? അൾട്രാസൗണ്ട് എന്നാണ് പറയുക. അൾട്രാസൗണ്ട് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ ഹിയറിംഗ് റേഞ്ചിനേക്കാൾ കൂടുതലാണ് അൾട്രാസൗണ്ട് ഹിയറിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. അതാണ് ഗ്രേറ്റർ ദാൻ 20 കിലോ ഹെർട്സ്. നമ്മുടേത് 20 കിലോ ഹെർട്സ് ആണ്. ഓക്കെ, ഇനി അടുത്തത്, the weight of an object is maximum at. ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് പോൾസിൽ, ഓക്കെ, ധ്രുവങ്ങളിൽ എത്തുമ്പോൾ എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ഓക്കെ, കാരണം എന്താണ്? ഗ്രാവിറ്റി കൂടുതലായിരിക്കും പോൾസിൽ. ഇക്വേറ്ററിൽ എന്തായിരിക്കും? ഗ്രാവിറ്റി കുറവായിരിക്കും. ഓക്കെ, എർത്ത് റൊട്ടേറ്റ് ചെയ്യണത് കൊണ്ട് ഇക്വേറ്ററിൽ ഗ്രാവിറ്റി കുറവായിരിക്കും. സോ അവിടെ വെയിറ്റ് കുറവായിരിക്കും. പോൾസിൽ ഗ്രാവിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് എന്താണ്? വെയിറ്റ് കൂടുതലായിരിക്കും. The bending of light when it passes from one medium to another. ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് പോകുമ്പോൾ അതിന് ചെറിയൊരു ബെൻഡിങ് സംഭവിക്കും അല്ലെ? ആ ബെൻഡിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ബെൻഡിങ് എന്തുകൊണ്ടാണ് ഉണ്ടാവണമെന്ന് അറിയോ? നമ്മൾ ഒരെണ്ണത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് മാറുമ്പോൾ സ്പീഡിൽ ചെറുതായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരും അല്ലെ? ഇപ്പൊ അതിന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നമ്മളിപ്പോ ഓടുകയാണെന്ന് വിചാരിക്കേ, നമ്മൾ മണലിൽ കൂടെ ഓടുന്നത് പോലെ ആയിരിക്കില്ല നമ്മൾ റോഡിൽ കൂടെ ഓടുന്നത്.
ഓടുന്നത്. ഇനി മെറ്റൽ റോഡിൽ കൂടെ ഓടുന്ന സ്പീഡിലായിരിക്കില്ല നമ്മൾ ടാർ റോഡിൽ കൂടെ ഓടുന്നത്. ആ ഒരു സ്പീഡ് ചേഞ്ച് ഉണ്ട്. ഇതുപോലെ തന്നെയാണ് ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് പോകുമ്പോൾ അതിന്റെ സ്പീഡിൽ ഉണ്ടാവുന്ന ചേഞ്ച് കാരണമാണ് അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്, ആ ഒരു ബെൻഡിങ് സംഭവിക്കുന്നത്. ഇലക്ട്രിക് പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട് ആണ്. ഓക്കെ, 1 വാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ജൂൾ പെർ സെക്കൻഡ് ആണ്. 1 വാട്ട് എന്ന് പറഞ്ഞാൽ 1 ജൂൾ പെർ സെക്കൻഡ് ആണ്. ഇലക്ട്രിക് പവർ നമ്മൾ മെഷർ ചെയ്യുന്നത് വാട്ട്സിലാണ്. ഓക്കെ, ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞ പവർ എന്താണ്? റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത്, ദ സയന്റിസ്റ്റ് ഹു ഡിസ്കവേർഡ് ദ ഇലക്ട്രോൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. കാഥോഡ് റേ എക്സ്പെരിമെന്റ് വഴിയാണ് ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. കാഥോഡ് റേ എക്സ്പെരിമെന്റ്. ഇത് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ഇവിടെ ചാടി വന്നു എന്നറിയില്ല, എന്തായാലും നമുക്ക് പഠിക്കാം. ഓക്കെ, വാട്ട് ടൈപ്പ് ഓഫ് വേവ് ഈസ് എ സൗണ്ട് വേവ്? സൗണ്ട് വേവ് എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ഓക്കെ, കാരണം എന്താണ്? മീഡിയം, അതായത് വേവിന്റെ ഡയറക്ഷനിൽ തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്? ആ ഒരു പാർട്ടിക്കിൾസ് പാരലൽ ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, സൗണ്ട് വേവിന് പാരലൽ ആയിട്ട് തന്നെയാണ് പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ സൗണ്ട് വേവ് എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. The law of conservation of energy. Law of conservation of energy എന്ന് പറഞ്ഞാൽ എന്താണ്? Energy cannot be created or destroyed, only transformed. എനർജി നമുക്ക് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല. എന്ത് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ? ഒരു ഫോമിൽ നിന്നും വേറൊരു ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആയില്ലേ? വാട്ട് ഈസ് ദ മെയിൻ റീസൺ ബിഹൈൻഡ് ദ ഗ്രീൻ ഹൗസ് എഫക്റ്റ്? ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമായിട്ടുള്ളത് എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതാണ്. ഓക്കെ, ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡ്, CH4, ഇതൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയിട്ട് പറയുന്നത്. ഇവര് ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ഗ്രീൻ ഹൗസ് എഫക്റ്റ് സംഭവിക്കുന്നത്. ഓക്കെ, അത് എന്ത് ചെയ്യും? എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഹീറ്റിനെ ട്രാപ്പ് ചെയ്യും. ട്രാപ്പ് ചെയ്ത് വെക്കുമ്പോൾ അവിടെ എന്തോ സംഭവിക്കും? നമുക്ക് ചൂട് കൂടുതലായിട്ട് തോന്നും. ഓക്കെ ആണല്ലോ അല്ലെ? തെർമോമീറ്ററിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽ ഏതാണ്? മെർക്കുറിയും ആൽക്കഹോളും ആണ് എവിടെ യൂസ് ചെയ്യുന്നത്? തെർമോമീറ്ററിൽ. ട്രഡീഷണൽ തെർമോമീറ്ററിലൊക്കെ നമ്മൾ മെർക്കുറിയാണ് യൂസ് ചെയ്യുന്നത്. ലോ ടെമ്പറേച്ചർ ഉള്ള തെർമോമീറ്റേഴ്സിലൊക്കെ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുക? ആൽക്കഹോൾ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ദ ഹയസ്റ്റ് ടെമ്പറേച്ചർ റെക്കോർഡഡ് ഓൺ ദ കെൽവിൻ സ്കെയിൽ. കെൽവിൻ സ്കെയിലിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് ടെമ്പറേച്ചർ, അങ്ങനെ ഹയസ്റ്റ് ടെമ്പറേച്ചർ എന്നൊന്നും ഇല്ല. ഒരു തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അപ്പർ ലിമിറ്റ് ഒന്നും തന്നെ എന്തിനില്ല? ടെമ്പറേച്ചറിന് ഇല്ല. A transformer works on the principle of transformer വർക്ക് ചെയ്യണത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഓക്കെ, ഇലക്ട്രിക്കൽ എനർജി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ത്രൂ ആണ് എന്ത് വർക്ക് ചെയ്യുന്നത്? ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ അല്ലെ? അടുത്തത്, which force is responsible for keeping planets in orbit around the sun? സൂര്യന് ചുറ്റും ഓർബിറ്റിലായിട്ട് തന്നെ പ്ലാനറ്റ്സിനെ നിർത്താനായിട്ട് അവിടെ സഹായിക്കുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഓക്കെ, പ്ലാനറ്റിനെ സണ്ണിന്റെ അടുത്തേക്ക് പുള്ളി ചെയ്ത് കൊണ്ടുപോകുന്ന ഗ്രാവിറ്റി ഉള്ളത് കൊണ്ടാണ് പ്ലാനറ്റ്സ് എന്ത് ചെയ്യുന്നത്? ഓർബിറ്റിൽ കൂടെ തന്നെ കറങ്ങുന്നത്. The principle of conservation of momentum is based on. Principle of conservation of momentum ന്യൂട്ടൺസ് തേർഡ് ലോ പ്രകാരമാണ് ഉള്ളത്. ഓക്കെ, എന്താണ്? Every action and reaction forces are equal and opposite. What is the primary cause of tides in the ocean? സമുദ്രത്തിലെ തിരമാലകൾ, ടൈഡ്സിന്റെ പ്രൈമറി കോസ് എന്താണെന്ന് അറിയോ? മൂൺസ് ഗ്രാവിറ്റേഷണൽ പുള്ളാണ്. ഓക്കെ, നമുക്ക് സണ്ണും മൂണും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് എന്തുണ്ടാക്കും? എർത്തിന്റെ ഓഷൻസിൽ ടൈഡ്സ് ഉണ്ടാക്കുന്നത് സണ്ണും മൂണും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാവുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഓക്കെ ആണല്ലോ അല്ലെ? അപ്പൊ പറഞ്ഞു തന്ന 25 ക്വസ്റ്റ്യൻസും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ള വിചാരത്തിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇതോട് കൂടിയിട്ട് ഫിസിക്സിന്റെ ഈ ഒരു റിവിഷൻ സീരീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. നമ്മൾ ഇതുകൊണ്ട് നിർത്തുന്നില്ല. ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്ത് നമ്മൾ അടുത്ത ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതുവരെയും നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.